എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് ഗ്രാൻഡ്സ്ലാം അവാർഡ്സ് 2022 2021 രണ്ട് വർഷത്തെയും ഗ്രാൻഡ്സ്ലാം അവാർഡ്സ് കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡനും USA എല്ലാം കൂടെ കൺഫ്യൂഷനായിട്ട് ആർക്കാണ് കിട്ടിയതെന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ 2021 2022 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ കോഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കൂടാതെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് 30 ഡേയ്സ് ടൈം ടേബിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇനി മൂന്നാം ഘട്ട പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും അതിന് ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസ് 30 ഡേയ്സ് ടൈം ടേബിൾ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. അതുകൂടെ കണ്ട് പഠിക്കുക. പിന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, കണ്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് കൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഗ്രാൻഡ്സ്ലാം അവാർഡ് 2022 നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. 2022. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം ആർക്കാണ് എന്ന് നമ്മൾ പറയും, അതിനുശേഷം കോഡ് പറയും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് പറയുന്നത് കേട്ടോ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയത് റാഫേൽ നദാലാണ്. ഓക്കെ, ഗ്രാൻഡ്സ്ലാം 2022 ആണ് പറയുന്നത്. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ്. ഓക്കെ, പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? റാഫേൽ നദാലാണ്. സ്പെയിനാണ്. റാഫേൽ നദാലിൻ്റെ സ്ഥലം സ്പെയിനാണ്. വനിതാ വിഭാഗം, ഓക്കെ, വനിതാ സിംഗിൾസ് നേടിയത് ആരാണ്? ആഷ്ലി ബാർട്ടിയാണ്. ഓസ്ട്രേലിയയാണ്. വനിതാ സിംഗിൾസ് ആഷ്ലി ബാർട്ടി, ഓസ്ട്രേലിയ. അപ്പോൾ ഇത് പഠിക്കാനുള്ള കോഡ് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പഠിക്കാനുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ, അവിടെ ഒരു ഓസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓസിന് ഫുഡ് കിട്ടുന്നൊരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, ഒരു പാർട്ടിയോ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഓസിന് ഫുഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ പുരുഷ വിഭാഗവും വനിതയും, ഓക്കെ, പുരുഷ സിംഗിൾസും വനിതാ സിംഗിൾസും ആണെന്ന് അറിയാൻ വേണ്ടി മാത്രം പറയാണ്, കോഡിന് വേണ്ടി മാത്രം പറയാണ്. ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ ഓസിന് ഫുഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്തു? ഓസിനാണെങ്കിലും അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വിഷമത്തോടെ ആണെങ്കിലും കുറച്ച് പെയിനോട് കൂടിയിട്ടാണെങ്കിലും വീട്ടിലുള്ള ദാല് കറി തന്നെ കഴിച്ചിട്ട് തൃപ്തി അടഞ്ഞിട്ടിരുന്നു. ഓക്കെ, പുരുഷ വിഭാഗം എന്ത് ചെയ്തു? പുരുഷന്മാർ എന്ത് ചെയ്തു? കുറച്ച് പെയിനോട് കൂടിയിട്ടാണെങ്കിലും, അതായത് ഓസിന് ഫുഡൊക്കെ കിട്ടും, നല്ല ഫുഡൊക്കെ കിട്ടും, എങ്കിലും കുറച്ച് വിഷമത്തോടെ ആണെങ്കിലും കുറച്ച് പെയിനോട് കൂടിയിട്ടാണെങ്കിലും വീട്ടിലുള്ള ദാല് കറി തന്നെ കഴിച്ചിട്ടിരുന്നു. പക്ഷെ വനിതകൾ എന്ത് ചെയ്തു? വനിതകൾ ഓസിന് കിട്ടുന്ന പാർട്ടിയല്ലേ എന്ന് വെച്ചിട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ സെറ്റായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഗ്രാൻഡ്സ്ലാം 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് റാഫേൽ നദാൽ സ്പെയിൻ, വനിതാ സിംഗിൾസ് ആഷ്ലി ബാർട്ടി, ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓസിന് ഫുഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്ന് മനസ്സിലായി. അപ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്തു? കുറച്ച് പെയിനോട് കൂടിയിട്ടാണെങ്കിൽ ദാല് കറി അല്ലേ. അപ്പോൾ പുരുഷ സിംഗിൾസ് റാഫേൽ നദാൽ സ്പെയിനാണ്. പെയിനോട് കൂടി സ്പെയിന്, ദാല് കറി എന്ന് പറയുമ്പോൾ നദാൽ, റാഫേൽ നദാൽ. വനിതകൾ എന്ത് ചെയ്തു? ഓസിന് കിട്ടിയ പാർട്ടി അല്ലേ എന്ന് വെച്ചിട്ട് പോയി അല്ലേ. അപ്പോൾ വനിതാ സിംഗിൾസ് ആഷ്ലി ബാർട്ടി, ഓസ്ട്രേലിയ. ഓസിന് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ, പാർട്ടി എന്ന് പറയുമ്പോൾ ആഷ്ലി ബാർട്ടി. ഓർത്തിരിക്കാലോ. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ സെറ്റായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫ്രഞ്ച് ഓപ്പണിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയത് റാഫേൽ നദാൽ തന്നെയാണ്, സ്പെയിൻ. വനിതാ സിംഗിൾസ് നേടിയത് ഇഗ സ്വാടെക് ആണ്, പോളണ്ട്. ഓക്കെ, പുരുഷ സിംഗിൾസ് നേടിയത് റാഫേൽ നദാൽ സ്പെയിൻ, വനിതാ സിംഗിൾസ് നേടിയത് ഇഗ സ്വാടെക് പോളണ്ടാണ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഓസിന് ഫുഡ് കിട്ടുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ. ഇവിടെ ഉള്ളത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവർക്കും അറിയാലോ. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുവാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാർ ഡീസൻ്റ് ആണ്. പുരുഷന്മാർ എന്ത് ചെയ്തു? കുറച്ച് പെയിനോട് കൂടിയിട്ടാണെങ്കിലും നമ്മുടെ ദാല് കറി തന്നെ കഴിച്ചു എന്നുള്ള രീതിയിൽ അത് അതേ കോഡ് തന്നെ പറയുന്നത് അത് തെറ്റിപ്പോവാതിരിക്കും, ഒരേ ആൾ തന്നെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് പെയിനോട് കൂടിയിട്ടാണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും വേണ്ട, ദാല് കറി മതി എന്നുള്ള രീതിയിൽ അത് കഴിച്ചിട്ടിരുന്നു പുരുഷന്മാർ കേട്ടോ. അപ്പോൾ പുരുഷ സിംഗിൾസ് റാഫേൽ നദാൽ സ്പെയിന് കിട്ടിയല്ലോ, പെയിനോട് കൂടിയിട്ട് ദാല് കറി കഴിച്ചിരുന്നു ആര്? പുരുഷന്മാർ. അപ്പോൾ പുരുഷ സിംഗിൾസ് റാഫേൽ നദാൽ സ്പെയിന് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിട്ടും അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി വനിതാ സിംഗിൾസിൽ ഇഗ സ്വാടെക് ആണ് പോളണ്ട്. അപ്പോൾ വനിതകൾ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ വനിതകളാണല്ലേ. അപ്പോൾ നല്ല സ്വാദൊക്കെ ഉള്ളതുകൊണ്ട് അവർ നല്ല പോളിംഗ് ആയിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ, വനിതകൾ എന്ത് ചെയ്തു, ഫ്രഞ്ച് ഫ്രൈസിന് നല്ല സ്വാദല്ലേ, അപ്പോൾ നല്ല പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തി. പോളിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല രീതിയിൽ കഴിച്ചു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ പോളിംഗ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നല്ല സ്വാദായതുകൊണ്ട് സ്വാടെക് നല്ല പോളിംഗ് ആയിരുന്നു. പോളിംഗ് പോളണ്ട് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രഞ്ച് ഓപ്പണും കിട്ടി. അടുത്തത് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ, സെർബിയ. പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്, സെർബിയ. വനിതാ സിംഗിൾസ് നേടിയത് എലേന റൈബൈക്കിന, കസക്കിസ്ഥാൻ. വനിതാ സിംഗിൾസ് നേടിയത് ആരാണ്? എലേന റൈബൈക്കിന, കസക്കിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാനുള്ള കോഡ് ഞാൻ പറയാൻ വേണ്ടി പോവാണ്, ഓർത്തിരുന്നോളാം. വിംബിൾഡൺ അല്ലെ, വിംബിൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് എടുക്കാം കേട്ടോ. വിംബിൾ എന്നുള്ളതിനെ സിമ്പിൾ ആയിട്ട് എടുക്കുവാണേ. അപ്പോൾ വിംബിൾ സിമ്പിൾ ആണ്. ഇനി പുരുഷ സിംഗിൾസ് അല്ലേ, അപ്പോൾ പുരുഷന്മാരാണ്, നമ്മൾ പുരുഷന്മാരെ എടുത്തു. ഇനി നൊവാക്ക് ഉണ്ട്, ജോക്കോവിച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വാക്കും ജോക്കോയും കൂടെ ഞാൻ എടുക്കുവാണ്. അതായത് പുരുഷന്മാരൊക്കെ ഈ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ പോകില്ലേ, പുരുഷന്മാർ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഷർട്ടും നല്ല കോട്ടും ഒക്കെ ഇട്ടിട്ടാണോ പോവുക? അല്ല, നല്ല സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോവുക അല്ലേ. പുരുഷന്മാർ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ പോകുമ്പോൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് നൊവാക് ജോക്കോവിച്ച്, വാക്കിംഗ് ജോക്കിംഗ് എന്നുള്ളതിൽ നിന്നും നൊവാക് ജോക്കോവിച്ച്. പുരുഷ സിംഗിൾസിൽ കിട്ടിയത് നൊവാക് ജോക്കോവിക്കിനാണ്. സിമ്പിൾ ഡ്രസ്സാണ് ധരിക്കുക അല്ലേ. അപ്പോൾ വിംബിൾഡൺ സിമ്പിൾ, വിംബിളായിട്ട് കണക്ട് ചെയ്യാലോ. ഇനി വനിതാ സിംഗിൾസ് കിട്ടിയത് എലേന റൈബൈക്കിന, ഖസക്കിസ്ഥാനാണ്. അപ്പോൾ വനിതാ സിംഗിൾസ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ വനിതകളൊക്കെ എന്താണ് കുറച്ചിങ്ങനെ വീമ്പ് പറയുന്ന ആളുകളല്ലേ. ഇവിടെ നമ്മൾ സിമ്പിളല്ല, വനിതകളാകുമ്പോൾ കുറച്ച് വീമ്പ് പറയുന്ന ആളുകളാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വനിതകൾ വീമ്പ് പറയുന്ന ആളുകളാണ്. അപ്പോൾ വിംബിൾഡൺ. ഓക്കെ, വനിതകൾ വീമ്പ് പറയുന്നതാണ്. അപ്പോൾ വിംബിൾഡൺ വനിതാ സിംഗിൾസ് എന്താണ് അവർ വീമ്പ് പറയുന്നത്? ഞാൻ ബൈക്കൊക്കെ ഓടിക്കും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, വീമ്പ് പറയുന്നത് എന്താണ്? ഞാൻ ബൈക്കൊക്കെ റൈഡ് ചെയ്യും. അപ്പോൾ റൈബൈക്കിന. ഓക്കെ, ബൈക്കൊക്കെ ഞാൻ റൈഡ് ചെയ്യും എന്നുള്ള വീമ്പ് പറയണം ആര്? വനിതകൾ. ഓക്കെ, അപ്പോൾ വിംബിൾഡൺ വനിതാ സിംഗിൾസ് എലേന റൈബൈക്കിന, ഖസക്കിസ്ഥാൻ ആണെന്നും കൂടിയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ വിംബിൾഡൺ എങ്ങനെയാണ് കിട്ടിയത്? വിംബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എടുത്തു. അപ്പോൾ പുരുഷ സിംഗിൾസ്, പുരുഷന്മാർ എന്താണ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നത് എപ്പോഴാണ്? വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ പോകുമ്പോൾ. അപ്പോൾ നൊവാക് ജോക്കോവിച്ച് പുരുഷ സിംഗിൾസ് വിംബിൾഡൺ കിട്ടി. വനിതാ സിംഗിൾസ് ഓർക്കാൻ എന്ത് പറഞ്ഞു? വിംബിൾ എന്നുള്ളത് വീമ്പ് പറയാണ് ആര്? വനിതകൾ. എന്താണ് പറയുന്നത്? ബൈക്ക് റൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ റൈബൈക്കിന. ഓക്കെ, എലേന റൈബൈക്കിന, ഖസക്കിസ്ഥാൻ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വിംബിൾഡൺ സെറ്റായെന്ന് വിചാരിക്കുന്നു. അടുത്തത് US ഓപ്പൺ ആണ്. US ഓപ്പണിൽ പുരുഷ സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ, സ്പെയിനാണ്. കാർലോസ് അൽക്കാരസ് സ്പെയിനാണ്. വനിതാ സിംഗിൾസ് നേടിയത് ഇഗ സ്വാടെക് ആണ്, പോളണ്ട്. വനിതാ സിംഗിൾസ് നേടിയത് ആരാണ്? ഇഗ സ്വാടെക് ആണ്, പോളണ്ട്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ US ഓപ്പൺ ആണെന്ന് കിട്ടണം അല്ലേ. അപ്പോൾ US എന്നുള്ളതിൽ നിന്ന് ഞാൻ US എന്നുള്ളത് ആയിട്ട് എടുക്കുവാണ് കേട്ടോ. US എന്ന് എന്താ വായിക്കുക? അസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ ആയിട്ട് ഞാൻ എടുത്തു. US എന്നുള്ളതിന് ആയിട്ട് എടുത്തു. അപ്പോൾ ഈ നമ്മൾ പുരുഷന്മാർ എന്ത് ചെയ്യും? കാറൊക്കെ ഓടിച്ചു പോകും അല്ലേ. നമ്മൾ പുരുഷന്മാർ എന്ത് ചെയ്യും? കാറൊക്കെ ഓടിച്ചു പോകും. അപ്പോൾ കാറൊക്കെ ഓടിച്ചു പോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുത്തി എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? നല്ല പെയിൻ ആയിരിക്കും അല്ലേ. ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാലോ. നമ്മൾ പുരുഷന്മാരാണ് കാർ ഓടിക്കുക എന്നുള്ളൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുരുഷന്മാർ കാർ ഓടിക്കുക. അപ്പോൾ പുരുഷ സിംഗിൾസ്, ഈ പേര് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പുരുഷ സിംഗിൾസ് ആണോ വനിതയാണോ എന്നൊന്നും ചിലപ്പോൾ തിരിഞ്ഞു പോയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പുരുഷനെയും വനിതയെയും കൂടെ ഞാൻ അവിടെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ US നമ്മൾ പുരുഷന്മാർ എന്ത് ചെയ്യും? കാർ ഓടിക്കും അല്ലേ. അപ്പോൾ കാർലോസ് അൽക്കാരസ് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്പെയിൻ എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ പുരുഷ സിംഗിൾസ് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ കിട്ടിയോ. അടുത്തത് വനിതാ സിംഗിൾസിൽ ഇഗ സ്വാടെക്കിനാണ്, പോളണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഇഗ സ്വാടെക് പോളണ്ട്. എവിടെയാണ് പഠിച്ചത്? ഫ്രഞ്ച് ഫ്രൈസിന് നല്ല സ്വാദാണെന്ന് പറഞ്ഞിട്ട് വനിതകളല്ലേ, അപ്പോൾ നല്ല സ്വാദാണെന്ന് പറഞ്ഞ് പോളിംഗ് രേഖപ്പെടുത്തി. അപ്പോൾ ഫ്രഞ്ച് ഓപ്പണിൽ വനിതാ സിംഗിൾസ് കിട്ടിയത് ഇഗ സ്വാടെക്കിനാണ്, പോളണ്ട്. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുപോലെ US ഓപ്പണിൽ വനിതാ സിംഗിൾസ് ഇഗ സ്വാടെക്, പോളണ്ടാണ്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതുപോലെ USനെ നമ്മൾ ആയിട്ട് എടുത്തു അല്ലേ. നമ്മളാണ് ആരാണ്? നമ്മൾ വനിതകൾ എന്താണ്? എന്ത് കിട്ടിയാലും നല്ല സ്വാദാണെങ്കിൽ നേരത്തെ പോലെ തന്നെ നല്ല പോളിംഗ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ
ഓക്കെ, വനിത അല്ലെ, നമ്മൾ വനിതകൾ. സ്വാദുള്ള സംഭവങ്ങൾ എന്താ, നല്ല പോളിംഗ് ആണ് അല്ലേ. അപ്പോൾ വനിത, സിംഗിൾസ്, ഇഗ, സ്വാടെക്, പോളണ്ട്. നേരത്തെ പോലെ തന്നെ കണക്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ആൾ മാറി പോകത്തില്ല കേട്ടോ. റാഫേൽ നദാലും നമ്മൾ അതുപോലെ തന്നെ ഒരേ കോഡ് വെച്ചിട്ടാണ് പറഞ്ഞത്, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് സ്ലാം 2022 സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് പറയാം, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ സെറ്റാക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മൾ എന്താണ് പറഞ്ഞത്, കോഡ് ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്, നമ്മൾ പറഞ്ഞു ഓസിന് കിട്ടുന്ന ഒരു ഫുഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. ഇപ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്തു, പെയിനോട് കൂടിയിട്ടാണെങ്കിലും ദാല് കറി കഴിച്ചു അല്ലേ. ഇപ്പോൾ പുരുഷ സിംഗിൾസ് പെയിനോട് കൂടി എന്ന് പറയുമ്പോൾ സ്പെയിനാണ്, റാഫേൽ നദാലാണ്, ദാല്. ഓക്കെ, പിന്നെ വനിതാ സിംഗിൾസ് എന്താണ്, ഓസിന് കിട്ടിയതല്ലേ, അപ്പോൾ പാർട്ടിക്ക് പോയി അല്ലേ. അപ്പോൾ വനിതാ സിംഗിൾസ് ഓസ്ട്രേലിയ, ആഷ്ലി ബാർട്ടി ഓസ്ട്രേലിയ. അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ എങ്ങനെയാണ് ഓർത്തത്, ഫ്രഞ്ച് ഫ്രൈസ് ആണ് കിട്ടുന്നത് അല്ലേ. ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുന്നത്, പക്ഷേ പുരുഷന്മാർ എന്ത് ചെയ്തു, കുറച്ച് പെയിനോട് കൂടിയിട്ടാണെങ്കിലും ദാല് കറി കഴിച്ചു അല്ലേ. അപ്പോൾ പുരുഷ സിംഗിൾസ് റാഫേൽ നദാൽ, സ്പെയിന്. വനിതാ സിംഗിൾസ് എന്താണ്, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ അല്ലേ, നല്ല സ്വാദാണ്. സോ നല്ല പോളിംഗ് രേഖപ്പെടുത്തി അല്ലേ. അപ്പോൾ വനിതാ സിംഗിൾസ് ഇഗ സ്വാടെക്, പോളണ്ട്. പിന്നെ വിംബിൾഡൺ ആണ്. വിംബിൾഡണിൽ സിമ്പിളായിട്ട് എടുത്തു. സിമ്പിളായിട്ടുള്ള എന്താണ് ഡ്രസ്സൊക്കെ ധരിക്കുന്നത് എപ്പോഴാണ്, പുരുഷന്മാർ വാക്കിങ്ങിനും അല്ലേ ജോഗിങ്ങിനൊക്കെ പോകുമ്പോഴാണ്. അപ്പോൾ നൊവാക്ക് ജോക്കോവിച്ച്, പുരുഷ സിംഗിൾസ് വിംബിൾഡൺ. സെർബിയ കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ സെർബിയ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പുരുഷന്മാർ എന്താണ് വാക്കിങ്ങിന് ജോഗിങ്ങിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ബിയ എന്നുള്ളതിൽ നിന്ന് ബിയറൊക്കെ കഴിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സെർബിയ ചിലപ്പോൾ കിട്ടിക്കോളും. അടുത്തത് വനിതാ സിംഗിൾസ് എങ്ങനെയാണ് കണക്ട് ചെയ്തത്, വനിതാ സിംഗിൾസ് വിംബിൾട്ടൺ ആണ് അല്ലേ. അപ്പോൾ വനിത വീമ്പ് പറയും അല്ലേ. എന്താണ് വീമ്പ് പറയുന്നത്, ബൈക്ക് റൈഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റൈബൈക്കിന കസക്കിസ്ഥാൻ, എലൈന റൈബൈക്കിന കസക്കിസ്ഥാൻ. അടുത്തത് US ഓപ്പൺ. US ഓപ്പൺ എങ്ങനെയാണ് പറയുന്നത്, US അസ്സായിട്ട് എടുത്തു. അസ് പുരുഷന്മാർ, നമ്മൾ പുരുഷന്മാർ എന്ത് ചെയ്യും, കാർ ഓടിക്കും. നമുക്ക് എന്തെങ്കിലും അല്ലേ, എവിടെയെങ്കിലും കൊണ്ട് അപകടം ഉണ്ടാവും, അപ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് പുരുഷ സിംഗിൾസ് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ കിട്ടി. പിന്നെന്താ അസ്, നമ്മൾ വനിതകൾ എന്താണ് നല്ല സ്വാദൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോളിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ വനിതാ സിംഗിൾസ് ഇഗ സ്വാടെക്, പോളണ്ട് കിട്ടിയല്ലോ. അപ്പോൾ ഗ്രാൻഡ് സ്ലാം 2022 സെറ്റായി. ഇനി നമുക്ക് ഗ്രാൻഡ് സ്ലാം 2021 കൂടെ പഠിക്കാം. ഓക്കെ, ഗ്രാൻഡ് സ്ലാം 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് പുരുഷ സിംഗിൾസ് നൊവാക്ക് ജോക്കോവിച്ച് ആണ്, സെർബിയ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്, കാരണം ഓസ്ട്രേലിയൻ ഓപ്പണിനും ഫ്രഞ്ച് ഓപ്പണിലും വിംബിൾട്ടണിലും പുരുഷ സിംഗിൾസിൽ ആർക്ക് തന്നെയാണ്, നൊവാക്ക് ജോക്കോവിച്ചിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 2021 അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, അതുപോലെ തന്നെ വിംബിൾട്ടൺ, ഇത് മൂന്നിലും ആദ്യം പുരുഷ സിംഗിൾസ് കിട്ടിയത് ആർക്കാണ്, നൊവാക്ക് ജോക്കോവിച്ചിനാണ്, സെർബിയ. ഓക്കെ, അപ്പോൾ നൊവാക്ക് ജോക്കോവിന് 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2021 അല്ലേ. അപ്പോൾ 2 + 1 കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 3 എന്നെടുക്കാം. അപ്പോൾ 3 തവണ നൊവാക്ക് ജോക്കോവിച്ചിനാണ് കിട്ടിയിട്ടുള്ളത് എന്നെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പഠിച്ച 2022 എങ്ങനെ ഓർക്കും, 2022 അല്ലേ. അപ്പോൾ 22 2 പ്രാവശ്യം ഇഗ സ്വാടെക്കിന് കിട്ടിയിട്ടുണ്ട്, 2 പ്രാവശ്യം റാഫേൽ നദാലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 2022. ഇവിടെ 2021 അപ്പോൾ 2 1 കൂടെ കൂട്ടിയ 3 പ്രാവശ്യം നമുക്ക് നൊവാക്ക് ജോക്കോവിച്ചിന് കിട്ടിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, പുരുഷ സിംഗിൾസ് കിട്ടിയത് ആർക്കാണ്, നൊവാക്ക് ജോക്കോവിച്ച്. അപ്പോൾ അത് 3 പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വനിതാ സിംഗിൾസ് നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് നേടിയത് നവോമി ഒസാക്കയാണ്, നവോമി ഒസാക്ക. അപ്പോൾ അതെങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും, വനിതകൾ എന്താണ്, ഓസ് അല്ലേ. ഓസിന് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്ന ആളുകളാണ് വനിത എന്നുള്ള രീതിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിത എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ ഓസിന് അല്ലേ. അപ്പോൾ അത് തന്നെ വെച്ചിട്ട് നമുക്ക് ഒസാക്കയും കണക്ട് ചെയ്യാം. അപ്പോൾ ഓസിന് കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന ആളുകളാണ് വനിത. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് നവോമി ഒസാക്ക ഓസ്ട്രേലിയൻ വനിതാ സിംഗിൾസ് കണക്ഷൻ കിട്ടിയല്ലോ. അടുത്തത് ഫ്രഞ്ച് ഓപ്പണിലും പുരുഷ സിംഗിൾസ് ആര് തന്നെയാണ്, നൊവാക്ക് ജോക്കോവിച്ച് തന്നെയാണ്, സെർബിയ. വനിതാ സിംഗിൾസ് നേടിയത് ആരാണ്, ബാർബോറ കജിക്കോവയാണ് കേട്ടോ. ചെക്ക് റിപ്പബ്ലിക് ആണ് സ്ഥലം. ബാർബോറ കജിക്കോവയാണ്, ചെക്ക് റിപ്പബ്ലിക് ആണ് സ്ഥലം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഫ്രഞ്ച് ആണ് അല്ലേ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല എന്താണ് കഴിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ അല്ലേ, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വനിതകൾ കഴിക്കുകയാണ്. ഓക്കെ, കൂടാതെ ബാർബോറ അല്ലേ, ബാർബോറ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറിലൊക്കെ പോയി കഴിഞ്ഞാലാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് സൈഡ് ഡിഷൊക്കെ ആയിട്ട് കിട്ടുന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അങ്ങനെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബില്ല് പേ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ചെക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന സ്ഥലവും കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്ന വനിതകളാണ്. ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയത് ബാറിൽ നിന്നാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ചെക്കൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ബാർബോറ കജിക്കോവ, ചെക്ക് റിപ്പബ്ലിക്. ഓക്കെ, അതും കിട്ടിയല്ലോ. അടുത്തത് വിംബിൾട്ടണിലും പുരുഷ സിംഗിൾസ് ആര് തന്നെയാണ്, നൊവാക്ക് ജോക്കോവിച്ച് തന്നെയാണ്, സെർബിയ. വനിതാ സിംഗിൾസ് എങ്ങനെ കിട്ടും, വനിതാ സിംഗിൾസ് ആഷ്ലി ബാർട്ടിയാണ്, ഓസ്ട്രേലിയ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീമ്പ് പറയുന്ന ആളുകളാണ്
അല്ലേ, പാർട്ടിക്ക് പോകും, ഓസിന് പാർട്ടിക്ക് പോകും എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തിരിക്കാം. അപ്പോൾ വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് ആഷ്ലി ബാർട്ടി ഓസ്ട്രേലിയ 2021 കേട്ടോ. അടുത്തത് US ഓപ്പൺ. US ഓപ്പണിൽ പുരുഷ സിംഗിൾസ് നേടിയത് ഡാനിൽ മെദ്വദേവ് ആണ് കേട്ടോ, റഷ്യ ആണ് പുരുഷ സിംഗിൾസ് നേടിയത് ഡാനിൽ മെദ്വദേവ്. US ഓപ്പൺ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ബാക്കി 3 ആർക്ക് തന്നെയാണ്, നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കിട്ടിയത്. US ഓപ്പണിൽ പുരുഷ സിംഗിൾസ് നേടിയത് ഡാനിൽ മെദ്വദേവ് ആണ്, റഷ്യ ആണ്. വനിതാ സിംഗിൾസ് നേടിയത് MR റാഡുകാനു ആണ്, ഇംഗ്ലണ്ട്. MR റാഡുകാനു, ഇംഗ്ലണ്ട്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ US ഓപ്പണ് അസ്സായിട്ട് നേരത്തെ എടുത്തില്ലേ, അതുപോലെ അസ്സായിട്ട് എടുക്കുക കേട്ടോ. 2021 അസ്സാണ്. അപ്പോൾ അസ്സായിട്ട് എടുത്തു. അസ് എടുത്തിട്ട് നമ്മൾ പുരുഷന്മാർ എന്തിനും, നമ്മൾ പുരുഷന്മാർ കേട്ടോ, അപ്പോൾ അതാണ് അസ്. നമ്മൾ പുരുഷന്മാർ എന്തിനും ആരെ വിളിക്കും, ദൈവത്തെയാണ് വിളിക്കുക, ദൈവമേ രക്ഷിക്കണേ എന്നാണ് വിളിക്കുക. ഓക്കെ, നമ്മൾ പുരുഷന്മാർ എന്തിനും ദൈവമേ രക്ഷിക്കണേ എന്നാണ് പറയുക. അപ്പോൾ അസ് ഓപ്പൺ. ഓക്കെ, US ഓപ്പൺ, അസ് എന്ന് പറഞ്ഞാൽ US ആണ് കേട്ടോ. US ഓപ്പൺ പുരുഷ സിംഗിൾസ്, പുരുഷന്മാർ ആരെ വിളിക്കും, ദൈവത്തിനെ വിളിക്കും, ദൈവമേ രക്ഷിക്കണേ. അപ്പോൾ മെദ്വദേവ് റഷ്യ, രക്ഷിക്കണേ റഷ്യ ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുരുഷ സിംഗിൾസ് ഡാനിൽ മെദ്വദേവ് റഷ്യ, പുരുഷന്മാർ എന്ത് പറയും, ദൈവമേ രക്ഷിക്കണേ എന്ന് പറയും അല്ലേ. ഇനി വനിതാ സിംഗിൾസ്, അപ്പോൾ വനിതകൾ എന്ത് ചെയ്യും, വനിതകൾ അവരുടെ അമ്മേനെയാണ് വിളിക്കുന്നത് കേട്ടോ, അമ്മേനെയാണ് വിളിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ അസ് വനിത, US ഓപ്പൺ വനിതാ സിംഗിൾസ് അമ്മേനെയാണ് വിളിക്കുന്നത്, അമ്മ. MR റാഡുകാനു, MR റാഡുകാനു, ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ട് എങ്ങനെ കിട്ടും, എമ്മ എന്ന് എഴുതുമ്പോൾ EMMA എന്നുള്ള രീതിയിലല്ലേ, അപ്പോൾ E ഫോർ ഇംഗ്ലണ്ടും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ MR റാഡുകാനു, ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ US ഓപ്പൺ പുരുഷ സിംഗിൾസ് ഡാനിൽ മെദ്വദേവ് റഷ്യ, US ഓപ്പൺ വനിതാ സിംഗിൾസ് ആരാണ്, MR റാഡുകാനു, ഇംഗ്ലണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2021 സെറ്റായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2021 ഞാൻ ഒന്നും കൂടെ പറയാം, 2021 ആണ്. അപ്പോൾ ഇവിടുത്തെ 2 ഒന്നും കൂടെ കൂട്ടി 3 ആണ്. അപ്പോൾ 3 തവണ കിട്ടിയത് ആർക്കാണ്, ഓസ്ട്രേലിയൻ ഓപ്പണിലും ഫ്രഞ്ച് ഓപ്പണിലും വിംബിൾട്ടണിലും ആദ്യം പുരുഷ സിംഗിൾസ് കിട്ടിയത് നൊവാക് ജോക്കോവിച്ചിനാണ്. വനിതാ സിംഗിൾസ് ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് ഓസിന്, അല്ലേ, ഫുഡ് കഴിക്കുന്ന ആളുകളാണ് വനിത. അപ്പോൾ എന്താണ്, നവോമി ഒസാക്ക, ഓസ്ട്രേലിയൻ ഒസാക്ക വെച്ച് കണക്ട് ചെയ്തു. ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷ സിംഗിൾസ് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. വനിതാ സിംഗിൾസ് ഫ്രഞ്ച് ഫ്രൈസ് എവിടെ പോയി കഴിച്ചു, ബാറിൽ പോയി കഴിച്ചു, ചെക്ക് കൊടുക്കേണ്ടി വന്നു അല്ലേ. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ബാർബോറ കച്ചിക്കോവ, ചെക്ക് റിപ്പബ്ലിക്. ദെൻ വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. വനിതാ സിംഗിൾസ് വീമ്പ് പറയുന്ന വനിതകളാണ്, ഓസിന് പാർട്ടിക്ക് പോയി അല്ലേ. അപ്പോൾ വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് ആഷ്ലി ബാർട്ടി ഓസ്ട്രേലിയ. പിന്നെ US ഓപ്പൺ ആണ്. US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഡാനിൽ മെദ്വദേവ് റഷ്യ, വനിതാ സിംഗിൾസിലെ MR റാഡുകാനു, ഇംഗ്ലണ്ട്. എങ്ങനെയാണ്, അസ് പുരുഷ അല്ലെ, നമ്മൾ പുരുഷന്മാർ ദൈവങ്ങളെ വിളിക്കും അല്ലേ, ദൈവമേ രക്ഷിക്കണേ. അപ്പോൾ പുരുഷ സിംഗിൾസ് ഡാനിൽ മെദ്വദേവ് റഷ്യ, വനിതകളെ എന്ത് വിളിക്കും, അമ്മേനെ വിളിക്കും അല്ലേ. അപ്പോൾ MR റാഡുകാനു, E ഫോർ ഇംഗ്ലണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ്സ്ലാം 2022 ഗ്രാൻഡ്സ്ലാം 2021 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡൊക്കെ സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഒരു തവണ കേൾക്കുക, അതിനുശേഷം നിങ്ങൾക്കത് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഇത് നോക്കാതെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന്, കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 2022 ഓക്കെ 2022 ഗ്രാൻഡ്സ്ലാമിൽ ഫ്രഞ്ച് ഓപ്പൺ നേടിയ വനിത, ഓക്കെ വനിതാ സിംഗിൾസിൽ ഫ്രഞ്ച് ഓപ്പൺ നേടിയത് ആരാണ്? ഓക്കെ, ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് നേടിയത് ആരാണ്? 2022 ഗ്രാൻഡ്സ്ലാമിൽ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ PDF നോട്ട് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്